കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പരോളിലിറങ്ങി മുങ്ങിയ പ്രതി 12 വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്ത് പോലീസിന്റെ പിടിയിലായി. ഒളിവിൽ കഴിഞ്ഞ കാലയളവിൽ തന്റെ പേരും അടയാളങ്ങളും മാറ്റി ബോളിവുഡിലും ഗുജറാത്തി സിനിമകളും സജീവമായി അഭിനയിച്ചു വരികയായിരുന്നു ഹേമന്ത് മോദി എന്ന 53-കാരൻ. ഇദ്ദേഹത്തെയാണ് അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് നാടകീയമായി അറസ്റ്റ് ചെയ്തത്. അഹമ്മദാബാദിലെ ഗീകാന്ത മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു അറസ്റ്റ്. ഒളിവിൽ കഴിയുന്നതിനിടയിൽ സിനിമാ ലോകത്ത് സ്പന്ദൻ മോദി, ടിങ്കിൾ ദവേ എന്നീ പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. ബിഗ് ബജറ്റ് ബോളിവുഡ് ചിത്രങ്ങളായ അമിതാഭ് ബച്ചനും ആമിർ ഖാനും ഒന്നിച്ച തഗ് ഓഫ് ഹിന്ദുസ്ഥാൻ, രൺവീർ സിംഗ് നായകനായ ജയേഷ് ഭായ് ജോർദാൻ തുടങ്ങിയ പ്രമുഖ ചലച്ചിത്രങ്ങളിൽ ഇയാൾ സഹനടനായി വേഷമിട്ടിരുന്നു. ഇതിനു പുറമെ മോഹൻലാലും പൃഥ്വിരാജും ഒന്നിച്ച എംപുരാൻ എന്ന ചിത്രത്തിലും, സണ്ണി ഡിയോളിന്റെ ലാഹോർ 1947, ആദിത്യ റോയ് കപൂറിന്റെ മെട്രോ ഇൻ ദിനോ തുടങ്ങിയ നിരവധി വരാനിരിക്കുന്ന ചിത്രങ്ങളിലും ഇയാൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 2005 അഹമ്മദാബാദിലെ നരോദയിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിനിടയിൽ നരേന്ദ്ര കാബ്ലെ എന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയ കേസിൽ 2008 ഹേമന്ത് മോദിയെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിലും പിന്നീട് മെഹ്സാന ഡിസ്ട്രിക്ട് ജയിലിലുമായി ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഇയാൾ. തുടർന്ന് 2014 ജൂലൈ ഗുജറാത്ത് ഹൈക്കോടതി ഇയാൾക്ക് 30 ദിവസത്തെ പരോൾ അനുവദിച്ചു. എന്നാൽ പരോൾ കാലാവധി കഴിഞ്ഞിട്ടും ജയിലിൽ തിരികെ പ്രവേശിക്കാതെ ഇയാൾ മുങ്ങുകയായിരുന്നു. ജയിൽ ജീവിതം മാനസികമായി തകർത്തതോടെയാണ് ഇയാൾ ഒളിച്ചോടാൻ പദ്ധതിയിട്ടത്. തുടർന്ന് ഭാര്യയുമായി വിവാഹമോചനം നേടുകയും കുടുംബങ്ങളുമായും സുഹൃത്തുക്കളുമായുമുള്ള എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു. ഡിജിറ്റൽ ലോകത്തോ സോഷ്യൽ മീഡിയയിലോ യാതൊരുവിധ അക്കൗണ്ടുകളും ഇയാൾ സൂക്ഷിച്ചിരുന്നില്ല. ഒളിവിൽ പോയ ശേഷം ആദ്യം പാട്ടൻ ജില്ലയിൽ താമസിച്ച് ഗുജറാത്തി നാടകരംഗത്ത് സജീവമായ ഇയാൾ പിന്നീട് മുംബൈയിലേക്ക് മാറുകയും സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങുകയുമായിരുന്നു. നാടകങ്ങളിലും സിനിമകൾക്കും പുറമെ വെബ് സീരീസുകളിലും വാഗ്ലെ കി ദുനിയ, മേരേ സായ് തുടങ്ങിയ പ്രശസ്തമായ ഹിന്ദി ടെലിവിഷൻ പരമ്പരകളിലും ഇയാൾ അഭിനയിച്ചു. തിയേറ്ററുകളിൽ വലിയ ജനപ്രീതി നേടിയ യുഗപുരുഷ്, ഗാന്ധി വിരുദ്ധ് ഗോഡ്സെ തുടങ്ങിയ നാടകങ്ങളിലും ഇയാൾ വേഷമിട്ടിരുന്നു. നിയമപാലകരുടെ കണ്ണുവെട്ടിച്ച് വർഷങ്ങളോളം സിനിമാ മേഖലയിൽ പരസ്യമായി ജോലി ചെയ്തിട്ടും ഇയാളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അടുത്തിടെ ഇയാൾ രഹസ്യമായി അഹമ്മദാബാദിൽ മടങ്ങിയെത്തി താമസം തുടങ്ങിയതായി ക്രൈംബ്രാഞ്ചിന്റെ രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ കൃത്യമായ നിരീക്ഷണത്തിനൊടുവിലാണ് മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഇയാളെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ താൻ നിയമമനുസരിക്കുന്ന ഒരു സാധാരണ നടനാണെന്ന് സ്ഥാപിക്കാൻ ഇയാൾ ശ്രമിച്ചെങ്കിലും ജയിൽ രേഖകളിലെ ശാരീരിക അടയാളങ്ങൾ കാണിച്ച് പോലീസ് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് ബാക്കി ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ മെഹ്സാന ജില്ലാ ജയിൽ അധികൃതർക്ക് കൈമാറി.